സ്തോത്രം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരും നീ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറു രമ്യം. ലക്ഷ്യമെന്നും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, നിത്യമായ രക്ഷയെ താൻ പക്ഷമായി നൽകിയിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ? മൽപ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൻ പങ്കു ഇന്നു നീ വഹിക്കുന്നുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതിവസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ആഴവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 69 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. എൻ്റെ നിലവിളിയാ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികം ആകുന്നു. വൃഥ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ച് പോകരുതേ. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ച് പോകരുതേ. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയി തീർന്നിരിക്കുന്നു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അതും എനിക്ക് നിന്ദയായി തീർന്നു. ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. പട്ടണവാതിൽക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലപിക്കുന്നു. ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. ഞാനോ, യഹോവേ, പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദയയുടെ ബഹത്വത്താൽ നിന്റെ രക്ഷ വിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരം അരുളണമേ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഏറ്റവും വലിയ ധീരകൃത്യം എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് അല്പമായി ചിന്തിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം തൻ്റെ പുത്രനെ ക്രൂശുമരണത്തിനായി ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പരമ ഉദ്ദേശം പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുക എന്നതായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുക,
ചെങ്കടൽ കടക്കുക എന്നിങ്ങനെ അനേക കാര്യങ്ങൾ ന്യായപ്രമാണ വിശുദ്ധന്മാർക്ക് ചെയ്യുവാൻ കഴിഞ്ഞെങ്കിലും സമ്പൂർണമായ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്ഭുതങ്ങൾ ചെയ്യുക, മരിച്ചവരെ ഉയർപ്പിക്കുക എന്നിവയേക്കാൾ നല്ലതും മഹത്വമായതുമാണ് ജയജീവിതം എന്ന് ഇത് തെളിയിക്കുന്നു. പ്രിയരെ, ജഡത്തെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ ധീരകൃത്യം. ജഡത്തിന് അടിമയാകുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ക്രൂശിലെ മരണത്താൽ യേശു പാപത്തിന് ശിക്ഷ വിധിച്ചു. ആകയാൽ പുതിയ നിയമത്തിൽ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് റോമർ 8:2 കാണുന്നു. അങ്ങനെ ഇരിക്കെ നാം വിശുദ്ധ ജീവിതം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാൻ ആകുമോ? സകല ജഡത്തെയും നശിപ്പിക്കുവാൻ ദൈവം ജലപ്രളയമാകുന്ന ന്യായവിധി അയച്ചു എന്ന് ഉൽപ്പത്തി 6:13, 7:21 കാണുന്നു. വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ഉദ്ദേശവും അത് തന്നെയാണ്. മത്തായി 24:22 കാണുന്നത്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് ജഡത്തിനായി ചിന്തിക്കാതെ ആത്മാവിനാൽ ജഡത്തെ ജയിക്കാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന് റോമർ 8:13 കാണുന്നു. ഹല്ലേലൂയ. ശാപങ്ങളെ അനുഗ്രഹമാക്കുന്ന ദൈവം നമുക്കുണ്ട്. പ്രിയരെ, ദാവീദ് രാജാവ് ബഹൂരൂമിൽ എത്തിയപ്പോൾ ശിമയി എന്ന ഒരുത്തൻ ദാവീദിനെ ശപിച്ചു. ഞാൻ അവന്റെ തല വെട്ടിക്കളയും എന്ന് പറഞ്ഞ് ഈ വിവരം അബീശായി ദാവീദിനോട് വന്നു പറഞ്ഞു. അപ്പോൾ ദാവീദ് ഇങ്ങനെ മറുപടി പറഞ്ഞു. 2 ശമൂവേൽ 16:11-12. അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, നമുക്കെതിരായി പിശാച് പല വ്യക്തികളിലൂടെയും പല വാക്കുകളിലൂടെയും നമ്മെ ആത്മീയമായി തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ശാപങ്ങളും നിന്ദകളും ദൈവം നമ്മുടെ ഹൃദയത്തെ കണ്ട് ഹല്ലേലൂയ ആമേൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കും. ദാവീദ് ശാപങ്ങളെ ആന്തരിക സൗഖ്യം കൊണ്ട് നേരിട്ടു. ഇന്ന് പലരും പ്രതികാര ദാഹത്തോടെ പ്രവർത്തിക്കുന്നു. അതിനാൽ തന്നെ മനുഷ്യർ നിത്യരോഗികളായി മാറുന്നു. എല്ലാവരുടെയും ശാപങ്ങൾ ഏറ്റുവാങ്ങിയ ക്രിസ്തു ആരോടും പ്രതികാരം ചെയ്തില്ല, പരിഭവം കാണിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ അവസാന വാക്കായിരുന്നു എല്ലാം നിവർത്തിയായി. ഹല്ലേലൂയ. 2 പേർ യാത്ര ചെയ്യുകയായിരുന്നു. ഒരാൾ മറ്റേയാളെ തല്ലിക്കൊണ്ടയാൾ അയാളെ തിരിച്ചു തല്ലിയില്ല. എന്നാൽ അയാൾ കാൽ ചുവട്ടിലെ മണ്ണിൽ ഇങ്ങനെ എഴുതിയിട്ടു, എന്റെ ചങ്ങാതി എന്നെ തല്ലി, എന്നെ വേദനിപ്പിച്ചു. വീണ്ടും അവർ മുന്നോട്ടു പോയി. അവരുടെ പിണക്കമൊക്കെ മാറി അവർ പുഴ കടക്കയായിരുന്നു. എന്നാൽ പാറയിൽ തട്ടി വീഴുവാൻ തുടങ്ങി. അപ്പോൾ തല്ലിയ ആൾ അയാളെ ഒന്ന് താങ്ങി പിടിച്ചു. അപ്പോൾ അയാൾ ആ പാറയിലിരുന്ന് എഴുതി വച്ചു, എന്റെ ചങ്ങാതി എന്നെ താങ്ങി പിടിച്ചു. ഈ കഥ ഒരു സന്ദേശം തരുന്നു. വേദനകൾ മണ്ണിലെഴുതണം, അത് മാഞ്ഞു പോകണം. എന്നാൽ ഉപകാരങ്ങളും സന്തോഷങ്ങളും പാറയിൽ എഴുതണം, അത് മായ്ച്ചു കളയാതെ എന്നും നിലനിർത്തേണ്ടത് ആണ്. ചിലർ പറയും, ഞാൻ ക്ഷമിക്കും എന്നാൽ മറക്കില്ല എന്ന്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശിയാൽ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ മായ്ച്ചു കളയുവാൻ സാധിക്കും. അനുഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും അത് കല്ലിലെ എഴുതാവൂ. അത് ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കട്ടെ. ഹൃദയത്തെ വേദനിപ്പിക്കുന്ന സകലവും മണ്ണിലെ എഴുതാവൂ, അത് മാഞ്ഞു പോകട്ടെ. ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവനിശ്ചയമാണെന്ന് നാം അറിയണം. അത് നിന്ദയാണെങ്കിലും ഹല്ലേലൂയ
അമേ, പരിഹാസമാണെങ്കിലും വന്ദനമാണെങ്കിലും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു ദൈവ നിശ്ചയം ഉണ്ട്. അബ്രഹാമിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോസേഫിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇന്നലകളെ നോക്കി ഇതായിരുന്നു ദൈവനിശ്ചയം എന്ന് അറിയണം. ലാസർ മരിച്ച അന്ന് യേശു അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു എങ്കിൽ അപ്പോൾ തന്നെ ലാസറിന് സൗഖ്യം വരുമായിരുന്നു. അങ്ങനെയായാൽ ലാസറിനെയോ ലാസറിന്റെ കുടുംബത്തെയോ ആരും അറിയുമായിരുന്നില്ല. ജീവിതത്തിലെ മന്നായുടെ പിന്നിൽ മാറയുണ്ട്. പുറപ്പാട് 15-ാം അധ്യായത്തിൽ മാറയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 16-ാം അധ്യായത്തിൽ മന്നയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ കയ്പിനെ ദൈവം മധുരമുള്ളതാക്കി തീർക്കും. ദാവീദിന്റെ ശത്രുവായ ശൗലിന്റെ മകൻ മെഫീബോശെത്ത് മുടന്തനായിരുന്നു. അവൻ മുടന്തനായിരുന്നത് അവന്റെ ഭാഗ്യം. അതിനാൽ ദാവീദിന് അവനോട് കരുണ തോന്നി രാജകൊട്ടാരത്തിൽ പാർക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയരെ, ജീവിതത്തിൽ അന്യരിൽ നിന്ന് നേരിടുന്ന ശാപങ്ങളെയും പ്രതികാരങ്ങളെയും മറക്കാം. ദാവീദിനെ പോലെ എല്ലാം ദൈവനിശ്ചയം ആണെന്നും നന്മയ്ക്കാണെന്നും കരുതാം. അവനെ ശപിച്ച ശിമയിയോട് ദാവീദ് ക്ഷമിച്ചു. ശാപത്തിന് പകരം ദൈവം നിശ്ചയമായി അനുഗ്രഹം നൽകും എന്ന് ദാവീദ് വിശ്വസിച്ചു. അതിന്റെ ഫലമായി ശത്രുവായ ശിമയി ദാവീദിനോട് മാപ്പ് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. എല്ലാം മറക്കാം, എല്ലാം പൊറുക്കാം. ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് എല്ലാം നന്മയ്ക്ക് മാത്രമാണ് എന്ന് നമുക്ക് കരുതാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. റോമർ 8:28. ഹല്ലേലൂയ. പ്രിയരെ, ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് സകലരെയും നിത്യജീവനായി ഒരുക്കട്ടെ. ഹല്ലേലൂയ. ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:6 കാണുന്നു, ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ കാലത്തിന്റെ കണക്കെടുത്താൽ ജീവിതത്തിൽ നിരാശപ്പെടുവാൻ ഇടയാകും. എന്നാൽ കഴിഞ്ഞ കാലത്തിന്റെ കണക്കിന് പകരം വരുവാനുള്ള കാലത്തിന്റെ ദൈവിക വിടുതൽ അവർണ്ണനീയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കൊഴിഞ്ഞുപോയ സ്വപ്നങ്ങളെ ഇഴചേർത്ത് നെയ്തെടുക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് അനുതപിച്ച് തിരികെ എത്തുമ്പോൾ കൈക്കുമ്പിളിൽ അനുഗ്രഹവും ഹൃദയത്തിൽ സ്നേഹവും നിറച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാനായി കഴിയും. വാഗ്ദത്തങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നത് ദൈവം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോഴാണ്. പ്രിയ ദൈവപൈതലേ, തടുത്തു വച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മിൽ വെളിപ്പെടുവാനായി നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, നാഥ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അടയുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കൂടി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ പോലെ ഈ പകൽക്കാലം കാണാമെന്ന് ആഗ്രഹിച്ച എത്രയോ പേർക്ക് ഈ പകൽക്കാലം കാണുവാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ലോകത്തയ്യം വിളിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും സമാധാനങ്ങൾക്കും സൗഖ്യങ്ങൾക്കും ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ തന്ന ഭാഗ്യത്തിനും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകയില്ലല്ലോ കർത്താവേ. സ്തോത്രം നാഥാ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയുവാനില്ല നാഥാ. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്ന കർത്താവേ, അപ്പാ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഏതെല്ലാം വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നു അവരുടെ എല്ലാ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി
സകലരെയും സമാധാനത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ നിത്യജീവനായി ഒരുങ്ങുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമപ്പാ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ രോഗാവസ്ഥകളിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് സകലവിധ പാപ പ്രവൃത്തികളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് കർത്താവ് ശിവന്റെ ദൈവത്താത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി കാണുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമപ്പാ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കയില്ല എന്നരുളി ചെയ്ത കർത്താവ് കുടുംബമായി സകലരും കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനം പോലെ കർത്താവ് കുടുംബമായി യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണം നാഥ. പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ സകല വ്യക്തികളെ നിയന്ത്രിക്കണപ്പാ. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം നൽകണപ്പാ. തലമുറയെക്കുറിച്ച് ഭാരത്തോടിരിക്കുന്ന മാതാപിതാക്കൾക്ക് കർത്താവ് തലമുറയുടേതായ അനുഗ്രഹം കണ്ട് സന്തോഷിപ്പാൻ തക്കോടെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണപ്പാ. കർത്താവേ, ഞങ്ങൾ ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് പോലെ യേശു മാത്രം രക്ഷകനെന്നറിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള വഴി യേശു മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് കർത്താവേ, യേശു പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്നില്ല എന്നരുളി ചെയ്ത ആ യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവേ, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ തലമുറകളും ഹല്ലേലൂയ ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ ദൈവം സഹായിക്കണം. നശിച്ചു കിടക്കുന്ന ആത്മാക്കളെ കുറിച്ച് ആത്മഭാരം തലമുറകൾക്ക് നൽകണം കർത്താവേ. അപ്പാ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പോലും നിത്യനരകത്തിൽ വീഴാതെ നിത്യസൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ യേശുവിനോട് കൂടെ ആയിരിക്കും എന്നൊക്കെയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം പോലെ സകല പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താലും ബദലത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം അപ്പാ. അനുഗ്രഹിക്കും, ആടിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.